എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയാണ്. പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഈ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ വലിയ പണക്കാർക്ക് മാത്രം പറഞ്ഞുള്ളതാണ്. ഇപ്പം ഈ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഭാഗമായി സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നമ്മൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസിൻ്റെ ഭാഗമായി മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് അതൊക്കെ വലിയ ആൾക്കാർക്ക് വേണ്ടിയില്ല, നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് രണ്ട് വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്ന് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലംസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 50,000 അല്ലെങ്കിൽ 1 lakh നമ്മൾ മൊത്തമായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലംസം എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ബാങ്കിലെ ചിട്ടിയൊക്കെ നമ്മൾ അടക്കുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ കുറി, അതൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ 1000 rupees-ആയി നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമുക്ക് SIP വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്താണ് ഈ SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ ഷെയർ മാർക്കറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് കമ്പനികളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി ഫണ്ട് മാനേജേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ഫണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ തലവേദന ഇല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സ്പേർട്ടൈസാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫണ്ട് ഏത് ഷെയർസിൽ അല്ലെങ്കിൽ ഏത് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് വേണ്ടത് നമുക്കൊരു ഫിനാൻഷ്യൽ ഗോൾ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഗോൾ എഴുതിയാലുള്ള ഗുണം, ഇന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ ആ മ്യൂച്വൽ ഫണ്ട് ഇടയ്ക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പോകില്ല. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ കറക്റ്റായിട്ടുള്ള ഇപ്പോൾ SIP-യുടെ കറക്റ്റായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു 5 years എങ്കിലും നമ്മൾ SIP-യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. കാരണം മ്യൂച്വൽ ഫണ്ടുകളിലെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ലഭിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ മേലെയുള്ള ഇൻട്രസ്റ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യണം. ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇൻഫ്ലേഷനെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഇന്ന് നമ്മൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മകന് ഒരു MBBS-ന് പോകണം. ഇന്ന് നോക്കുമ്പോൾ സപ്പോസ് ഒരു 20 ലക്ഷം രൂപയാണെങ്കിൽ MBBS പഠിക്കാൻ ഒരു 20 lakhs rupees വേണമെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് 15 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ 20 lakhs ചിലപ്പോൾ അതൊരു 1 crore 1.25 കോടിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ 20 ലക്ഷം വെച്ചിട്ട് എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്താൽ സാധ്യമല്ല. അപ്പോൾ ഇൻഫ്ലേഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യാൻ. അതിന് പറ്റിയ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫിനാൻഷ്യൽ ഗോളിന് കറക്റ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, ഒരു എക്സ്പേർട്ടൈസ് ആണ് ഇതിനു വേണ്ടി. നമ്മളെ ഫണ്ട് മാനേജേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇനി 2 ടൈപ്പ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ഓപ്പൺ എൻഡഡ്, ക്ലോസ്ഡ് എൻഡഡ്. ഈ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ എൻട്രിയും ചെയ്യാം, എക്സിറ്റും അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലിക്വിഡിറ്റി ഒക്കെ പറയാറുണ്ട് പലപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ പറയുമ്പോൾ. ഈ ജ്വല്ലറി മ്യൂച്വൽ ഫണ്ടൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ജ്വല്ലറി ലിക്വിഡാണ്, നമുക്ക് വേണമെങ്കിൽ വിൽക്കാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഓപ്പൺ എൻഡിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ 1 lakh എൻ്റെ ഫണ്ട് വാല്യൂ ഉണ്ട്. അപ്പം 50,000 നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വിഡ്രോവൽസ് ചെയ്യാം. അത് നമ്മളുടെ മ്യൂച്വൽ ഫണ്ടിൽ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു 3 to 4 working days-ലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആകും. ഇനി മ്യൂച്വൽ ഫണ്ട് അഗെയിൻസ്റ്റ് ലോണും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫണ്ട് വാല്യൂ 1 lakh rupees ആണെങ്കിൽ അതിൻ്റെ 45% ഒക്കെ ലോണായിട്ടും ചില AMCകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഫണ്ട് അഗെയിൻസ്റ്റ് ലോണും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം, ആർക്ക് വേണമെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിന് ഞാൻ വലിയ പണക്കാരനാകണമെന്നോ അല്ലെങ്കിൽ അത്രക്കും ഭയങ്കര സംഭവമാണെന്നൊന്നുമില്ല, ഒരു സാധാരണക്കാരന് പറ്റും. കാരണം നമുക്കിപ്പോൾ ബാങ്കിലൊക്കെ നമുക്ക് ചിട്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കുക, 50,000 വെക്കുവാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കമ്മീഷൻ അത് ഇത് എന്നൊക്കെ കഴിഞ്ഞിട്ട് ഒരു 47,500 അങ്ങനെയൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനിത് നിങ്ങളോട് വെറുതെ പറയുന്നില്ല, ഞാനൊരു 4-5 മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നിൻ്റെ എക്സ്പീരിയൻസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്ര ഒരു 50,000 ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു 5 വർഷമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നല്ല ഫണ്ട് വാല്യൂ തന്നെ നമുക്ക് ലഭിക്കും. അപ്പം
ഇവിടെ ഞാനൊരു ഇത് കണ്ടു, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാനിനെ കൂടി ഞാനിവിടെ പറയാം. SWP എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു 2-3 ദിവസം മുമ്പ് ഒരാളെ എനിക്ക് കാണിച്ചെന്ന ചാർട്ടാണ്. അതായത് നമുക്കിപ്പോൾ ലോണ് പെൻഷനൊക്കെ നമുക്ക് കിട്ടുമ്പോൾ, നമുക്ക് പെൻഷൻ ഇതൊക്കെ നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ ബെനിഫിറ്റൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ ലംസം എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ട് SWP വഴി, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി നമ്മൾ മന്ത്ലി, ഇപ്പം അതിൽ ഞാൻ കണ്ടത് 10 lakhs ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. 15 വർഷത്തേക്ക് മന്ത്ലി 5000 രൂപ അവർ വിഡ്രോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് 15 വർഷം കഴിയുമ്പോൾ ഉള്ള അവരുടെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 18 ലക്ഷത്തി സംതിങ് ആണ്, 18 lakh സംതിങ്. അതായത് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. SWP വഴി, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ വഴി അവർ മന്ത്ലി 5000 രൂപ വിഡ്രോവൽ ചെയ്യുന്നുണ്ട് അവരുടെ മാസ ചെലവുകൾക്കും മറ്റുമായിട്ട്. എന്നിട്ടും 15 വർഷം കഴിയുമ്പോൾ 18 lakh സംതിങ് ആ ഫണ്ട് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ പലരും, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തിലാണ് അത്രയും പ്രചാരമില്ലാതെ മറ്റുള്ള പല സിറ്റികളിലൊക്കെ പലരും ഈ മ്യൂച്വൽ ഫണ്ടുകളും അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളും തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, SIPയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ലംസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് SWP പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഈ സ്ക്രീനിലുണ്ടാകും. താങ്ക് യു വെരി മച്ച്.